ഞാൻ താങ്കളിലേക്ക് വരാം. ഇപ്പോൾ ബിനിൽ ലീല സാബോട് ചേരുന്നു. ബിനിലിനൊപ്പം എനിക്ക് തോന്നുന്നു യു ആർ പ്രദീപ് ഉണ്ട്. യു ആർ പ്രദീപ് അവിടുത്തെ ഇടതുപക്ഷ ജനാധിപത്യത്തിനുള്ള സ്ഥാനാർത്ഥി, അവിടെ ജനകീയനായിട്ടുള്ളയാൾ, വലിയ തോതിലുള്ള വോട്ട് ഭൂരിപക്ഷം വർദ്ധിപ്പിക്കുമെന്നാണ് അദ്ദേഹത്തിൻ്റെ പ്രതീക്ഷ. അവസാന മിനിറ്റിലെ പ്രതീക്ഷ എത്രത്തോളം പോസിറ്റീവാണ്? 100% കോൺഫിഡൻ്റ് ആണ്, ഒരു സംശയമില്ല അതിൽ. ഇവിടെ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം പറഞ്ഞ പോലെ തന്നെയാണ്, നല്ല കോൺഫിഡൻറ്റോടു കൂടിയാണ് വീടിന് ഇറങ്ങുന്നത്. അപ്പോൾ ഒന്ന് നല്ല വിജയം ഉണ്ടാവും. അതിന് ശേഷം നമുക്ക് കാണാം. എന്താണ് നിങ്ങളൊരു ഭൂരിപക്ഷത്തിന്റെ ഒരു എക്സ്പെക്ടേഷൻ? ഇല്ല, നല്ല ഭൂരിപക്ഷം. ഞാനിപ്പോൾ അത് തന്നെയാണ് പറയുന്നത്, നല്ല ഭൂരിപക്ഷം ഉണ്ടാവും. ഈ ഭൂരിപക്ഷം നമുക്ക് മികച്ച വിജയം ഉണ്ടാകുന്ന രീതിയിലുള്ള ഭൂരിപക്ഷം തന്നെ ഉണ്ടാവും. പോകുന്നുണ്ട്. ഞാനിപ്പോൾ ഒന്ന് പോയി അവിടുത്തെ കൗണ്ടിങ് ഏജന്റുമാരെയും അതുപോലെ തന്നെ അവിടുത്തെ ഒഫീഷ്യൽസ് ഒന്ന് ഈ അവർ കണ്ടിട്ട് ഒന്ന് ഇറങ്ങും. അത് കഴിഞ്ഞാൽ ഞാൻ പാർട്ടി ഓഫീസിലിരിക്കാന്നാണ് തീരുമാനിച്ചിട്ടുള്ളത്. ചെറുതുരുത്തി അവിടെ ഓഫീസിൽ. ഇപ്പോൾ വെള്ളത്തോളിനഗർ ഏരിയ കമ്മിറ്റി ആയപ്പോൾ ആ കമ്മിറ്റി ഇപ്പോൾ തൽക്കാലം ചെറുതുരുത്തി ലോക്കൽ കമ്മിറ്റി ഓഫീസിലാണ് ഏരിയ കമ്മിറ്റി ഓഫീസും പ്രവർത്തിക്കുന്നത്. അവിടെ ആ കേന്ദ്രത്തിലുണ്ടാവും. പിന്നീട് അതിനനുസരിച്ച് ഞാൻ അങ്ങോട്ട് പോകാമെന്നാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഇന്നത്തെ ഒരു പ്രതീക്ഷ എന്ന് പറയുമ്പോഴേ 100% കോൺഫിഡന്റ് ആണ് താങ്കൾ പറഞ്ഞു, വളരെ കോൺഫിഡന്റ് ആയിട്ട് കാണപ്പെടുന്നത്. ഈ തെരഞ്ഞെടുപ്പിലോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ, ഈ കഴിഞ്ഞ ദിവസങ്ങളിലോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ എന്ത് തോന്നുന്നു? ഒരു ഫിഗറിലോട്ട് പറയാൻ കഴിയുമോ? ഇല്ല, ഞാനിപ്പോൾ അത് പറയുന്നില്ല. കാരണം നല്ല ഭൂരിപക്ഷം ഉണ്ടാവും എന്ന് പറഞ്ഞത് അതെല്ലാം മനസ്സിൽ വെച്ച് തന്നെയാണ് പറയുന്നത്. പക്ഷെ ഞാൻ ഇപ്പോൾ അത് പറയുന്നില്ല. എന്നാലും ഇത് കഴിഞ്ഞിട്ട് ഞാൻ കൃത്യമായി നിങ്ങളോട് പറയാം. കൃത്യമായിട്ട് ഭൂരിപക്ഷം പറയാറുണ്ടായിരുന്നു. ഈ തവണ എല്ലാവരോടും ചോദിക്കുമ്പോൾ ജയിക്കും സ്ഥാനാർത്ഥികൾ പറയാറുണ്ട്. പാർട്ടി പറഞ്ഞിട്ടുണ്ടാവുമല്ലോ. ഏകദേശം നമ്മൾ ഒരു അപ്രോക്സിമേറ്റ് എല്ലാം പറയാം, ഒരു വിലയിരുത്തലാണ്. ഇല്ല. കുറെ തെരഞ്ഞെടുപ്പ് കേട്ടതുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ ജനം എന്ത് വിധി നടത്തിയാലും അതിനോട് സഹകരിക്കാമെന്നാണ്. പക്ഷെ ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ വളരെ 100% കോൺഫിഡൻറ്റോട് കൂടിയാണ് ദപ്പ വീട്ടിൽ നിന്ന് ഇറങ്ങി വോട്ടെണ്ണൽ കേന്ദ്രത്തിലേക്ക് പോകുന്നത്. അതെ, ആദ്യ റൗണ്ട് തന്നെ വരവൂർ പഞ്ചായത്തും അത് കഴിഞ്ഞാൽ ദേശമംഗലമൊക്കെയാണ് ഉണ്ട്. അപ്പോൾ നമ്മുടെ സ്വാധീന പ്രദേശം ഏറ്റവും കൂടുതൽ നല്ല പാർട്ടി സ്വാധീന പ്രദേശമാണ് ഇതെല്ലാം. ഈ കേന്ദ്രം പോക്ക് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അത് കഴിഞ്ഞാൽ തന്നെ ട്രെൻഡ് കിട്ടും. ഈ 2 പഞ്ചായത്ത് എണ്ണി തുടങ്ങിയാൽ തന്നെ നമുക്ക് ഇതിന്റെ അല്ല, അങ്ങനെ നമ്മൾ ഓരോ പഞ്ചായത്തിന്റെയും സ്പെസിഫൈ ആയിട്ട് നമുക്ക് സ്ഥാനാർത്ഥി തലയ്ക്ക് ജായിരുന്ന് അങ്ങനെ കണക്കാക്കിയിട്ടില്ല. ഞാൻ തുടക്കം മുതലേ പറയാറുണ്ട്, നല്ല ഭൂരിപക്ഷം ഇവിടെ പതിവിൽ കാണാത്ത കുറേ ആളുകൾ ഈ തവണ നല്ല പോലെ സഹകരിച്ച് ഒന്ന് പറയുകയും ഇതെല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നമുക്ക് നല്ല ഭൂരിപക്ഷത്തിൽ എത്തും തന്നെയാണ് അതിന്റെ. നമുക്ക് കാണാം, നമ്മളെല്ലാവരും ഉണ്ടല്ലോ അവിടെ, നമുക്ക് എല്ലാവർക്കും കാണാം. താങ്ക് യു. ഇപ്പോൾ അവിടെ നിന്ന് ചേർന്നു ബിനിൽ. അവിടെ വലിയ പ്രതീക്ഷ തന്നെയാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസവും മുന്നോട്ട് വെച്ചത്. ഇന്നിപ്പോഴും നിശ്ചയമായിട്ടും അതിൽ അക്കാര്യത്തിൽ എന്തെങ്കിലും പ്രത്യേകമായിട്ട് പറയേണ്ടതില്ല. ഈ ഘട്ടത്തിൽ ആളുകൾ അവരുടെ ആത്മവിശ്വാസ പ്രകടനം നടത്തും. വലിയ ശക്തമായിട്ടുള്ള മത്സരം അവിടെ നടന്നിട്ടുണ്ട്. അവരുടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വലിയ കോട്ടയാണ് ചേലക്കര. പക്ഷേ ഇത്തവണ അങ്ങനെ എളുപ്പത്തിൽ ജയിച്ചു പോകാം എന്ന് അവർ തന്നെയും കണക്ക് കൂട്ടുന്നുണ്ടാകില്ലല്ലോ. അദ്ദേഹം ഈ കൗണ്ടിംഗ് സ്റ്റേഷനിലേക്കാണോ പോകുന്നത്? എന്തായിരിക്കും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ, പ്രത്യേകിച്ച് CPM-ന്റെ അവസാനത്തെ ഒരു കണക്ക് കൂട്ടൽ? തന്നെയാണ് ഈ സ്ഥാനാർത്ഥിയും പാർട്ടിയും ഉള്ളത്. പ്രത്യേകിച്ച് പാർട്ടിയുടെ ഒരു കണക്കൂട്ടൽ 15,000 വോട്ടുകൾക്ക് ഇവിടെ ജയിക്കാൻ കഴിയുമെന്നൊരു പ്രതീക്ഷ തന്നെയാണ് തുടക്കം മുതൽ. അതായത് ഈ പോളിംഗിന് ശേഷമുള്ള അവരുടെ പ്രതീക്ഷ പങ്കുവെക്കുന്നത് അങ്ങനെയാണ്. അത് തന്നെയാണ് സ്ഥാനാർത്ഥി ഇപ്പോഴും പറയുന്നത്. പക്ഷേ കണക്കിലേക്ക് ഇപ്പോൾ പോകുന്നില്ല. പക്ഷേ പൂർണ്ണമായും ഒരു മുൻതൂക്കം തുടക്കം മുതൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് യു ആർ പ്രദീപ് പറയുന്നത്. പ്രത്യേകിച്ച് ആദ്യം മുതൽ എണ്ണുന്നത് വരവൂർ പഞ്ചായത്താണ്, അതോടൊപ്പം ദേശമംഗലം, പിന്നീട് വള്ളത്തോൾ. ഇതൊക്കെ കൃത്യമായി തന്നെ LDF-ന് മേൽക്കൈയുള്ള പ്രദേശങ്ങളാണ്, പഞ്ചായത്തുകളാണ്. പ്രത്യേകിച്ച് കഴിഞ്ഞ നിയമസഭയും ലോക്സഭയും പരിശോധിച്ചാൽ കൃത്യമായി തന്നെ അവർക്ക് മുൻതൂക്കം അവിടെ ഉണ്ട്, വോട്ടുകളുടെ വർധനവ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അതിൽ ഒരു ശുഭപ്രതീക്ഷ തന്നെയാണുള്ളത്, അതിലൊരു തർക്കമില്ല. എന്തായാലും ഈ ഭൂരിപക്ഷത്തിന്റെ കാര്യത്തിലാണ് നേരത്തെ ഉണ്ടായിരുന്നത്. കഴിഞ്ഞ തവണ 2016 അദ്ദേഹം മത്സരം ജയിച്ചു വരുമ്പോൾ ഏകദേശം 10,000-ത്തിനടുത്ത് വോട്ടുകളുടെ ഭൂരിപക്ഷമാണ് ജയിച്ചത്. പക്ഷെ അതിനുശേഷം വീണ്ടും കെ രാധാകൃഷ്ണൻ വരുമ്പോൾ 39,400 വോട്ടുകൾക്ക് ജയിച്ചു കയറി. എന്തായാലും ഇപ്പോൾ നിലവിൽ എന്തായാലും അത്രത്തോളം ഒരു ആത്മവിശ്വാസം ഉണ്ടെങ്കിലും അങ്ങനെ എളുപ്പത്തിൽ ജയിക്കാം എന്നൊരു കാര്യത്തിലേക്ക് പാർട്ടിയും
കടക്കുന്നില്ല. എന്തായാലും അത് നിമിഷങ്ങൾ മാത്രമേ ഉള്ളൂ ഇനി തുടങ്ങാൻ. എന്തായാലും അതിന്റെ കാര്യത്തിൽ ഒരു വ്യക്തമായ ധാരണ അല്പസമയത്ത് തന്നെ ഉണ്ടാകും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിലവിൽ എന്തായാലും പാർട്ടിയുടെ ഒരു പ്രതീക്ഷ ജയിച്ചു കയറാൻ കഴിയും. ഈ ഇവിടെ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ പോളിംഗ് ശതമാനത്തിലെ ഒരു കുറവുണ്ടായിരുന്നത് ഒരു തരത്തിലും ബാധിക്കില്ല എന്ന് തന്നെയാണ് LDFന്റെ ഒരു ഉറച്ച കണക്കുകൂട്ടൽ. പ്രത്യേകിച്ച് 9 പഞ്ചായത്തുകളിലും 6 പഞ്ചായത്തുകളിലും കൃത്യമായി തന്നെ വോട്ട് വർധനവ് അല്ലെങ്കിൽ ഈ പറയുന്ന കൃത്യമായ മുൻതൂക്കം LDFന് ഉണ്ട്. നിലവിൽ UDFന് മുൻതൂക്കമുള്ള 3 പഞ്ചായത്തുകൾ കൊണ്ടാഴിയും അതോടൊപ്പം പഴയന്നൂരും തിരുവിതാംകൂറുമാണ്. പക്ഷേ ഇവിടെയും ഒരു മുൻതൂക്കം LDFന് ഉണ്ടായിട്ടുണ്ട് എന്നാണ് പാർട്ടി വിലയിരുത്തൽ. അതുകൊണ്ട് അവിടെയും വോട്ട് വർധനവ് കാര്യമായ കുറവ് അവിടെ ഉണ്ടാകില്ല. അതും ഈ തെരഞ്ഞെടുപ്പിൽ ജയിച്ചു കയറാനുള്ള കാരണമായി കണക്കാക്കുന്നത്. സ്ഥാനാർത്ഥി ഇവിടെ നിന്നും വീട്ടിൽ നിന്നും അദ്ദേഹം പുറത്തേക്ക് പോയിരിക്കുന്നു. ആദ്യം പോവുക ഈ വോട്ട് എണ്ണുന്ന കേന്ദ്രത്തിലേക്കാണ്. അവിടെ നിന്നും പാർട്ടിയുടെ ഏരിയ കമ്മിറ്റി ഓഫീസിലേക്ക് പോകും. അവിടെയായിരിക്കും അദ്ദേഹം ഉണ്ടായിരിക്കുന്നത്. വലിയ പ്രതീക്ഷ തന്നെയാണ് സ്ഥാനാർത്ഥിയുടെ പ്രതികരണം ഉണ്ടായിരിക്കുന്നത്. സനീഷ്.